ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, അഫീഫലിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മുടെ റിവിഷൻ സീരീസിലെ 9ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി. ഇതിനുശേഷം നമ്മൾ 13 ചാപ്റ്ററും ഒന്ന് ഓടിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന സെഷൻസും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പല കുട്ടികളും ആവശ്യപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാകൃതി സമവാക്യങ്ങൾ. പലപ്പോഴും കുട്ടികൾക്ക് ഈ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചെറിയൊരു ബൾബ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന, രസകരമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന അടിപൊളി ചാപ്റ്റർ ആണ്. നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലൊരു 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കാണുന്ന കുട്ടികൾ ഒരു പേനയും പേപ്പറും പുസ്തകവും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വെറുതെ സിനിമ കണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ വീഡിയോ കാണരുത്. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് നമുക്ക് പറയാം. എന്താണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പവർ കൃതി 2 വരുന്ന സമവാക്യങ്ങളെയാണ്. അതൊക്കെ നമുക്കറിയാം. നമുക്കതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബേസിക്കിലേക്ക് പോകുന്നില്ല. ഈ ചാപ്റ്റർ പഠിക്കാൻ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമുക്കറിയണം. അതിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തേത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് a+b² എന്താണ്? a+b²? a² 2ab + b² ആണ് അല്ലെ? വടക്കൻ സെൽഫിയില് നിവിൻ പോളി ചോദിച്ച പോലെ പല കുട്ടികളുണ്ട്. ഇത്ര കാലമായിട്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എന്താണ് തീറ്റ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? തീറ്റ എന്ന് പറഞ്ഞാൽ മാത്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെയാണ് പലർക്കും ഈ സാധനം പണ്ട് മുതലേ പറയുന്നുണ്ട്. ഇതെന്താണ് സംഭവം? കുറെ എയും ബിയും മനുഷ്യരെ മെനക്കെടുത്താനായിട്ട് കുറെ സംഭവം അല്ല. ഇതെങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അതൊരു സമചതുരം, ഒരു സ്ക്വയർ ഒക്കെ വരച്ചത് പ്രൂവ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ നിങ്ങൾ ഒരു മെഷീൻ ആയിട്ട് കരുതും. ഒരു മെഷീൻ, ഈ മെഷീനിലേക്ക് a+b² രൂപത്തിലുള്ള ഒരു പാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മെഷീനിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഈ പാക്കറ്റ് ഇങ്ങനെ പൊടിച്ച് കൊണ്ടുവന്ന് തരും. ഏത് രൂപത്തിൽ? a² + 2ab + b² രൂപത്തിൽ ഇങ്ങനെ പൊടിച്ചു തരും. a+b² രൂപത്തിലുള്ള ഒരു പാക്കറ്റ് ഈ മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ a² + 2ab + b² രൂപത്തിൽ ഇതിനെ പൊടിയാക്കി തരും. അതേപോലെ തന്നെ a² + 2ab + b² രൂപത്തിൽ 3 എണ്ണം പൊടിച്ചത് ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കെട്ടിപ്പൊതിഞ്ഞ് ഒരു പാക്കറ്റ് ആക്കിയിട്ട് a+b² രൂപത്തിലേക്ക് മാറ്റി തരും. റെഡി? അപ്പൊ ഈ രൂപത്തിൽ കിടക്കുന്നതിനെ ഈ രൂപത്തിലേക്ക് മാറ്റാനും ഈ രൂപത്തിലുള്ളതിനെ ഈ രൂപത്തിലേക്ക് മാറ്റാനും നമുക്ക് കഴിയണം. അതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റെഡിയാണല്ലോ? അതിലൊരു 3 എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ആദ്യം x+2². എന്താണ് x+2? a+b² പോലെ തന്നെയാണ് x+2². ഇവിടെ എക്ക് പകരം x വന്നു, ബിക്ക് പകരം 2 വന്നു. അത്രയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, അടുത്തത് a² ആണ്. a² എന്ന് പറഞ്ഞാൽ x² + 2ab എന്ന് പറഞ്ഞാൽ 2 × a എത്രയാണ്? x × b എത്രയാണ്? 2 ആണ്, +2a². റെഡിയാണല്ലോ? എടാ, എക്ക് പകരം x ആണ്, ബിക്ക് പകരം 2 ആണ്. അപ്പൊ a കാണുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം? x കൊടുക്കണം. b കാണുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. x² + 2 × 2 4x + 2ന്റെ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം, 2a². ഇനി ഒന്ന് നോക്കിക്കേ, ഇതിങ്ങനെ 2 സ്റ്റെപ്പിലല്ലാതെ ഒറ്റയടിക്ക് എഴുതാൻ ഒരു വഴി പറഞ്ഞു തരാം. x + 2² ആണെങ്കിൽ ആദ്യം x-ന്റെ സ്ക്വയർ, പിന്നെ 2ന്റെ ഇരട്ടി 4x, പിന്നെ അവസാനത്തതിന്റെ സ്ക്വയർ. ശ്രദ്ധിച്ചല്ലോ? x-ന്റെ സ്ക്വയർ, പിന്നെ രണ്ടാമത്തതിന്റെ ഇരട്ടി 2ന്റെ ഇരട്ടി 4, പിന്നെ രണ്ടാമത്തതിന്റെ സ്ക്വയർ 2a². റെഡി? അങ്ങനെയെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളതൊന്ന് പറഞ്ഞേ, x + 3² എന്തായിരിക്കും? x + 3². ആദ്യം x-ന്റെ സ്ക്വയർ പ്ലസ്, പിന്നെ 3 ആണ് ഇവിടെ ഉള്ളത്, അപ്പൊ 3ന്റെ ഇരട്ടി 6x പ്ലസ്, അടുത്തത് എത്രയാണ്? 3ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? ഇനി അടുത്തത് x + 5² x + 5² എന്തായിരിക്കും? x-ന്റെ സ്ക്വയർ പ്ലസ്, പിന്നെ ഇവിടെ 5, അപ്പൊ 5ന്റെ ഇരട്ടി
10x പ്ലസ് 5ന്റെ സ്ക്വയർ. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ അങ്ങനെ പറ്റുമല്ലോ. എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ എന്താ? എക്സിന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ ഇരട്ടി 20x പ്ലസ് 10ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മളെ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു റിവേഴ്സ് ഉണ്ട്, തിരിച്ച്. അങ്ങോട്ട് മാത്രം പോരല്ലോ, ഇങ്ങോട്ടും വേണ്ടേ? എങ്ങനെയാണ്? ഏത് രൂപത്തിൽ? പൊടിപൊടിയായി കിടക്കുന്നതിനെ എങ്ങനെ പാക്കറ്റ് ആക്കും? പൊടിപൊടിയായി കിടക്കുന്നതിനെ എങ്ങനെ പാക്കറ്റ് ആക്കും? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പാക്കറ്റിനെ പൊടിക്കുക ചെയ്തത് അല്ലെ? പാക്കറ്റായി തന്നതിനെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്? പൊടിച്ചു തന്നു. ഇനി പൊടിച്ചതിനെ പാക്കറ്റ് ആക്കണം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. പൊടിച്ചതിനെ എങ്ങനെ പാക്കറ്റ് ആക്കാം? ഒരു പൊടിച്ചതിന് എക്സാമ്പിൾ. എക്സ് സ്ക്വയർ പ്ലസ് 8x, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. ഇത് ഏത് രൂപത്തിലാ? 3 പീസായിട്ട് പൊടിഞ്ഞു കിടക്കുന്ന രൂപത്തിലാണ്. ഇതിനെങ്ങനെ ആക്കണം? പാക്കറ്റ് ആക്കണം. റെഡി? അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ഉള്ള എത്ര ഉണ്ട്? എക്സിന് സ്ക്വയർ ഉണ്ട്, 4ന് സ്ക്വയർ ഉണ്ട്. അതെടുക്കുക. എക്സ് എഴുതി, 4 എഴുതി. നടുവത്തെ ചിഹ്നം പ്ലസ് ആണ്. 2നും ഓരോ സ്ക്വയർ ഉള്ളത് 2നും കൂടി കൊടുത്തു. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ. എന്താ ചെയ്യാ? എക്സിനും സ്ക്വയർ ഉണ്ട്, 5നും സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്തെടുത്തു? എക്സ് എടുത്തു, 5 എടുത്തു. നടുവത്തെ ചിഹ്നം എത്രയാണ്? പ്ലസ് ആണ്. 2നും സ്ക്വയർ ഉണ്ടായിരുന്നത് ഒരുമിച്ച് ഒറ്റയടിക്ക് കൊടുത്തു. സെറ്റ് ആണല്ലോ? എടാ, ഇതേപോലെ നമുക്ക് എന്തുകൂടി ചെയ്യാനുണ്ട്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മാത്രമല്ല, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് അല്ല, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. നേരത്തെ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെ, ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെ മൈനസ് ആണ്, ഇവിടെ എന്താണ്? പ്ലസ് ആണ്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, എന്താണ്? എക്സ് പ്ലസ് അല്ലല്ലോ അല്ലെ? എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ എന്താ? എക്സിന്റെ സ്ക്വയർ ചിഹ്നം മൈനസ് ആണ്. 5ന്റെ ഇരട്ടി 10x പ്ലസ്, പിന്നെ പ്ലസ് ആണ് കേട്ടോ, ഒരു മൈനസ് ഉള്ളൂ, 5ന്റെ സ്ക്വയർ. റെഡി ആണല്ലോ? അടുത്തത് എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ. എന്താ? എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ മൈനസ് 6ന്റെ ഇരട്ടി 12x പ്ലസ് 6ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? അപ്പൊ ഈ രൂപത്തിലുള്ളതിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയറും നമുക്ക് അറിഞ്ഞിരിക്കണം, എ മൈനസ് ബി ഹോൾ സ്ക്വയറും എന്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ്. ഇതെന്താ സംഭവം? ഇതൊന്ന് നോക്കിയേ. ഇവിടെ 1 2 3 പദങ്ങളുണ്ട് അല്ലെ? 1 2 3 1 2 3 ടേം ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കേ. 1 1 2 3 1 2 3 1 2 3 1 2 3 അല്ലെ? 3 പദങ്ങളുണ്ട്. ചിലയിടത്ത് 1 മിസ്സിംഗ് ആയിരിക്കും, ചിലയിടത്ത് 1 കുറവായിരിക്കും. ആ കുറവുള്ളതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് വർഗ തികവ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ്, ശ്രദ്ധിച്ചേ, എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 21 ആണെന്ന് വിചാരിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 21. ഇവിടെ 1 2 ഒരെണ്ണം ഇല്ല. ശ്രദ്ധിച്ചോ? ഇവിടേക്ക് എന്താണ്? 1 2 3. ഇവിടെയോ 1 2, മൂന്നാമത്തതില്ല. അപ്പൊ അത് നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കണം, നമ്മളെ വക കൊടുക്കണം. എങ്ങനെയാ? ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ആണ്. ഒരു സൈഡിൽ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും കൂട്ടണം. എന്താണ് ഈ കൂട്ടേണ്ടത്? എടാ, എക്സിനോട് ചേർന്ന് നിൽക്കുന്ന സാധനത്തിനെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയും. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം, പകുതിയുടെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യണം. അതായത് ഇവിടെ 4 ആണ്. 4ന്റെ പകുതി എത്രയാ? 2. 2 ആണോ ആഡ് ചെയ്യേണ്ടത്? അല്ല, 2ന്റെ സ്ക്വയർ. ഇവിടെയും എത്ര ആഡ് ചെയ്യണം? 2ന്റെ സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 ആയല്ലോ, 3 ടേമായി സെറ്റായി. അങ്ങനെയെങ്കിൽ അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 6x സമം, എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 40 ആണെന്ന് വിചാരിച്ചോ. വെറുതെ ഒരു സംഖ്യ. ഇതിൽ എത്രണ്ണേ ഉള്ളൂ? 1 2 2 ഉള്ളൂ. മൂന്നാമത്തെ ഒരെണ്ണം കുറവുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. കൂട്ടി 2 സൈഡിലും കൂട്ടണം. എത്രയാണ് കൂട്ടേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിനോട് ചേർന്ന് നിൽക്കുന്നത് എത്രയാണ്? 6. 6 ആണോ കൂട്ടേണ്ടത്? അല്ല, 6ന്റെ പകുതി. 6ന്റെ പകുതിയാണോ കൂട്ടേണ്ടത്? അല്ല, 6ന്റെ പകുതിയുടെ സ്ക്വയർ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗമായ 3 സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയാ സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ തികവ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.
റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തോറവായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് എൻ്റെ മക്കൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. ഏത് ചോദ്യം ചോദിച്ചാലും സുഖസുന്ദരമായിട്ട് ഉത്തരം കിട്ടും. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? സെറ്റല്ലേ? പേപ്പറും പേന എടുത്തിട്ടുണ്ടല്ലോ? വെറുതെ സിനിമ കാണുന്നത് പോലെ അല്ലല്ലോ കാണുന്നത്, ഉറപ്പല്ലേ? എടാ, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചവരാ. പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല. തീരുമാനം എടുക്കുന്നത് വരെ നമുക്ക് ടെൻഷനുള്ളൂ. തീരുമാനിച്ചു കഴിഞ്ഞു പഠിക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല. പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ പഠിക്കുക. ഏതാണോ ടഫായിട്ട് തോന്നുന്നത് ആ ചാപ്റ്റർ തന്നെ പഠിക്കുക. അങ്ങനെ ഒരു A+ മാത്സിലുണ്ടെങ്കിൽ അത് വാങ്ങണം എന്നൊരു തീരുമാനം എടുക്കുക. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നല്ല. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മനുഷ്യന്മാർ തന്നെയാണ് ഇതൊക്കെ മേടിച്ചെടുക്കുന്നത്. അല്ലാതെ A+ വാങ്ങാൻ പ്രത്യേകം ഒരു വിഭാഗത്തെ ദൈവം ഭൂമിയിലേക്ക് വേറെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ തന്നെയാണ് ഇതൊക്കെ മേടിച്ചെടുക്കുന്നത്. 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് നിങ്ങളല്ല എഴുതാൻ പോകുന്നത്. നിങ്ങളെക്കാൾ പ്രായം കൂടിയ എല്ലാവരും ഇത് എഴുതി കഴിഞ്ഞതാണ്. ഇതൊരു നോർമൽ സാധനമാണ്. തലയിൽ കയറ്റി ടെൻഷൻ അടിക്കരുത്. പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പഠിച്ചാതിരിക്കുമ്പോഴാണ് പ്രശ്നം, പഠിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ പഠിക്ക്, സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്ക്. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. അല്ലെ? പുണ്യാളന ഗർഭത്തീസ് പറഞ്ഞ സിനിമയില് ജയസൂര്യ പറഞ്ഞ ഡയലോഗാണ്. അത് വേറെ ആരുടെ ഡയലോഗാ സിനിമയിലുള്ളതാ. എന്നിരുന്നാലും നിങ്ങൾ വർക്കിൽ ഫോക്കസ് ചെയ്യും. റിസൾട്ട് വരും, റിസൾട്ട് കിട്ടും. വർക്ക് ചെയ്താലേ റിസൾട്ട് ഉള്ളൂ. അല്ലാതെ വെറുതെ തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് നടന്നിട്ട് അവസാനം റിസൾട്ട് വരുമ്പോ മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്തം വിടുന്നതിൽ അർത്ഥമില്ല. പഠിക്ക്. നിങ്ങളൊരു ഫുട്ബോൾ മാച്ചിന് പോവാണ്. അന്ന് രാവിലെ ബൂട്ടും ജേഴ്സിയും കുറച്ച് കളിക്കാരെയും അവിടെ നിന്ന് ഇവിടുന്നും സംഘടിപ്പിച്ച് നേരിട്ട് ഗ്രൗണ്ടിൽ പോയാൽ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്തേക്ക് വരുന്ന ടീമുകൾ ചിലപ്പോൾ മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഫുഡൊക്കെ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് സ്റ്റാമിനയും ഫിറ്റ്നസും കൺട്രോളൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നവരാണെങ്കിൽ നമ്മൾ തോൽക്കും. എന്നിട്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് കരയുന്നതിൽ അർത്ഥമല്ലോ? ഇല്ല. പഠിക്ക്, കിട്ടുന്ന സമയം മുഴുവൻ പഠിക്ക്. റിസൾട്ട് വരും, വന്നിരിക്കും, ഷുവർ. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അജയ് ഈസ് 10 years older than രേണുക. അജയ് രേണുകയേക്കാൾ 10 വയസ്സിന് മൂത്തതാണ്, 10 വയസ്സ് അധികമാണ്. അല്ലെ? ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജ് ഈസ് 144. അവരുടെ വയസ്സുകൾ തമ്മിൽ ഗുണിച്ചപ്പോ 144 കിട്ടിയത്. ടേക്കിംഗ് ദി ഏജ് ഓഫ് രേണുക ആസ് എക്സ്. രേണുകയുടെ വയസ്സ് എക്സ് എന്നെടുത്താൽ വാട്ട് ഈസ് ദി ഏജ് ഓഫ് അജയ് ഇൻ ടേംസ് ഓഫ് എക്സ്? അജയുടെ വയസ്സ് എത്രയാണ്? ഫൈൻഡ് ദിയർ ഏജസ്. അവരുടെ വയസ്സൊക്കെ കാണണം. മലയാളം എന്താ? അജയന് അജയനായി. അവിടെ ഏതായിരുന്നു? അജയ് ആയിരുന്നു. രണ്ടുപേരാൾ തന്നെയാണ് കേട്ടോ. അജയന് രേണുകയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 144. രേണുകയുടെ വയസ്സ് എക്സ് എന്നെടുത്താൽ അജയന്റെ വയസ്സ് എക്സ് ഉൾപ്പെടത്തക്ക വിധം എഴുതുക. രേണുകയുടെയും അജയന്റെയും വയസ്സുകൾ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എടാ, എക്സ് എന്ന് പറയുമ്പോഴേക്കും എന്തോ ഒരു സംഭവം എന്ന് കരുതുക. നമ്മൾ അറിയാത്ത ഒരാൾക്ക് പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ റോട്ടിലൂടെ ഒരാൾ ഇങ്ങനെ പോവാണ്, അയാളെ നമുക്കറിയില്ല, അയാളെ പേരറിയില്ല, അയാളെ നാടറിയില്ല, അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ പോയി എന്നറിയാം. അപ്പൊ നമ്മൾ എന്താ പറയാ? ഒരാൾ പോയി, ഏതോ ഒരാൾ. ആ ഏതോ ഒരാൾ ആരാന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ അയാള് ജസ്റ്റ് ഒരു പേര് വിളിച്ചു, എക്സ് അല്ലെങ്കിൽ വൈ. അപ്പൊ ഇവിടെ രേണുകയുടെ വയസ്സ് എത്രയെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ രേണുകൾക്ക് വയസ്സുണ്ടല്ലോ, അത് ഏതാണ് അതറിയില്ല. അപ്പൊ നമ്മൾ കൊടുത്തു എക്സ്. അപ്പൊ എക്സ് ആണ് വയസ്സ്. ഒരു വയസ്സ്, ഒരു പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. റെഡി? അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാൻ പോവാണ് രേണുക. ആദ്യം എഴുതാൻ പോകുന്നത് എന്താണ്? രേണുകയാണ് കേട്ടോ. രേണുകയുടെ വയസ്സ് എക്സ് എന്ന് എടുക്കാനാ പറഞ്ഞത്. രേണുകയുടെ വയസ്സ് എന്താ എടുക്കാൻ പറഞ്ഞത്? എക്സ്. അങ്ങനെയെങ്കിൽ അജയ്യുടെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. എടാ, അജയ് രേണുകയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ്. രേണുകയുടെ വയസ്സ് എത്ര അറിയില്ല എന്ന് പറയരുത്. അതിനാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? എക്സ്. അതിനേക്കാൾ എത്ര കൂട്ടണം? 10 കൂട്ടണം. അപ്പൊ രേണുകയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ അജയന്റെ വയസ്സ് ഇതിനോട് 10 കൂട്ടിയത്. അപ്പൊ എക്സ് പ്ലസ് 10. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, ഇനി മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താണ്? രേണുകയുടെ വയസ്സും അജയന്റെ വയസ്സും തമ്മിൽ ഗുണിക്കുമ്പോൾ 144 കിട്ടണം. ഇനിയാണ് കളി ആരംഭിക്കുന്നത്. അപ്പോ രേണുകയുടെ വയസ്സ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 അജയന്റെ വയസ്സിനോട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം? 144 കിട്ടണം. ഇതെങ്ങനെ ഗുണിക്കുക? എക്സ് ഇൻറ്റു എക്സ്. അടുത്തതോ എക്സ് ഇൻറ്റു 10. അത്രേ ഉള്ളൂ. ഒന്ന് ഗുണിച്ചേ. എക്സ് ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 10 എത്രയാണ്? 10x സമം എത്ര കിട്ടി? 144. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഉണ്ട്. എന്താ ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ, മൂന്നെണ്ണം തികച്ചു വേണം. മൂന്നെണ്ണം വേണം. ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മൂന്നാമത്തത് നമ്മൾ കൊടുത്തിരുന്നു. അതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? വർഗ തികവായിരുന്നു. സ്ക്വയർ കംപ്ലീഷൻ. ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എത്രയാണ്? പ്ലസ് ആണ്. ഇവിടെയും എത്രയാണ്? പ്ലസ് ആണ്. കൂട്ടാണ് വേണ്ടത്. എത്രയാണ് കൂട്ടേണ്ടത്? ഇവിടെ എക്സിനോട് ചേർന്ന് നിൽക്കുന്നത് എത്രയാണ്? 10. അപ്പൊ 10ന്റെ പകുതി 5ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടണം, അപ്പുറത്തും കൂട്ടണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വർഗ തികവ്, സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയാ. ഇനി ഒന്ന് നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ സമം കിട്ടി. അതായത് 1 2 3 മൂന്നെണ്ണം കിട്ടി. ഇനി ഇത് ഏത് രൂപത്തിലാ? പൊടിയായ രൂപത്തിലാ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു പൊടിയായതിനെ എന്താക്കണം? പാക്കറ്റ് ആക്കണം. അപ്പൊ നമ്മൾ വർഗ തികവ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വലുതാക്കി, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പാക്കറ്റ് ആക്കണം. എങ്ങനെയാ പാക്കറ്റ് ആക്കുക? മക്കൾ പറഞ്ഞേ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ 5നും സ്ക്വയർ ഉണ്ട്. എക്സിനും സ്ക്വയർ ഉണ്ട്, 5നും സ്ക്വയർ ഉണ്ട്. അപ്പൊ ആ സ്ക്വയറിൽ ഇനി എക്സ് ചിഹ്നം പ്ലസ് ആണ്, 5. രണ്ടിനും കൂടി ഒരു സ്ക്വയർ കൊടുത്തു. എത്ര കിട്ടി? 144 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. ഇത്രയും സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? അങ്ങനെയെങ്കിൽ നേരെ അടുത്തതിലേക്ക്, ഇതിന്റെ തുടർച്ചയായ ഭാഗത്തിലേക്ക് പോവാണ്. എന്താണ് കിട്ടിയത്? എക്സ് പ്ലസ് 5 ഓൾ സ്ക്വയർ സമം 144 പ്ലസ് 25. 144ന്റെ കൂടെ 25 കൂട്ടിയാൽ 140ഉം 20ഉം 160ഉം 5ഉം 4ഉം 9ഉം 169 ആണ്. ഇനി അടുത്തത് എക്സ് പ്ലസ് 5 സമം. എടാ, ഇവിടെയുള്ള ഈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് തട്ടിയാൽ സ്ക്വയർ എന്തായി മാറും? റൂട്ട് ആവും. റൂട്ട് 169. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 5 സമം എക്സ് പ്ലസ് 5 റൂട്ട് 169 എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 13 ആണ്. ഒന്നെങ്കിൽ പ്ലസ് 13 ആണ്, അല്ലെങ്കിൽ എന്താണ്? മൈനസ് 13 ആണ്. നമുക്കിവിടെ മൈനസ് ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് പ്ലസ് മാത്രം മതി. അതായത് എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് സമം 13. ഈ പ്ലസ് 5നെ അപ്പുറത്തേക്ക് തട്ടിയാൽ എത്രയായി മാറും? -5 ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 5. 13 5 പോയാൽ എത്രയാണ്? 8 ആണ്. ഇപ്പൊ കിട്ടിയത് എന്താ? എക്സ് 8 കിട്ടി. എക്സ് നമ്മൾ ആരുടെ വയസ്സാ കൊടുത്തത്? രേണുകയുടെയാണ്. അപ്പൊ രേണുകയുടെ വയസ്സ് എത്രയാണ്? രേണുകയുടെ വയസ്സാണ് എന്ത്? എക്സ്. അങ്ങനെയാണെങ്കിൽ അജയന്റെ വയസ്സ് എത്രയാണ്? അജയന്റെ വയസ്സ് എക്സ് പ്ലസ് 10 ആണ്. അത് എത്രയായിരിക്കും? 18. 18 ആരുടെ വയസ്സാണ്? അജയന്റെ വയസ്സാണ്. റെഡിയാണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ രേണുകയുടെ വയസ്സ് 8 ആണെങ്കിൽ അജയന്റെ വയസ്സ് എത്രയാണ്? 18 ആണ്. അല്ലെ? റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റെഡി? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്തൊരു ടൈപ്പ്. ഇങ്ങനെ ഞാൻ എന്നൊരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ടൈപ്പിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കും. റെഡി? ഒന്ന് ശ്രദ്ധിച്ചു. One side of a rectangle is 12 centimeter longer than the other side, and its area is 864 square centimeters. Form a second degree equation by taking smaller side as x. Calculate the length of side of the rectangle. മലയാളം. ഒരു ചതുരത്തിന്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ 12 സെന്റിമീറ്റർ കൂടുതലും പരപ്പളവ് 864 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ചെറിയ വൃത്തത്തിന്റെ നീളം എക്സ് എന്നിടത്ത് ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാം. പറയാം. ചതുരത്തിന്റെ വശങ്ങളുടെ നീളവും കണ്ടെത്തണം. സംഭവം സിമ്പിളാണ്. കയ്യിൽ ഒരു ചതുരമുണ്ട്. കയ്യിൽ എന്തുണ്ട്? ഒരു ചതുരമുണ്ട്. ഏതോ ഒരു ചതുരം. ഇതാ ഈ ഒരു ചതുരായിരുന്നു വിചാരിച്ചു. കയ്യിൽ ഒരു ചതുരമുണ്ട്. ഇനി ചതുരവുമായിട്ട് നമുക്കറിയാവുന്ന കാര്യം, ഒരു വശം, ചെറിയ വശം എക്സ് എന്ന് എടുക്കാം. ചെറിയ വശത്തിന് നമ്മൾ എന്തെടുത്തു? എക്സ്. അങ്ങനെയാണെങ്കിൽ ചെറിയ വശത്തേക്കാൾ എത്ര കൂടുതലാണ് വലിയ വശം? എത്ര കൂടുതലാണ്? 12 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ വലിയ വശം എത്രയായിരിക്കും? എക്സ് പ്ലസ് 12 ആയിരിക്കും. ഇത്രയും നമുക്ക് എടുക്കാൻ അറിയണം. റെഡിയാണല്ലോ? അപ്പൊ നീളം ശ്രദ്ധിച്ചോ. നീളം നമ്മൾ എക്സ് എടുത്തു. നീളം നമ്മൾ എന്താ എടുത്തത്? എക്സ്. ശ്രദ്ധിക്കണേ, നീളം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ വീതി നമ്മൾ എന്തായിട്ട് എടുക്കണം? എക്സിനോട് കൂടി എത്ര കൂട്ടേണ്ടി വരും? 12 കൂട്ടേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത് ചോദ്യത്തിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് മക്കളെ. അങ്ങനെയെങ്കിൽ ഇതിന് ബാക്കി പറഞ്ഞ് ഇതിന് മറ്റൊരു വഴി തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എടാ, ഇതിൽ മറ്റൊരു സാധനം തന്നിട്ടുണ്ട്. പരപ്പളവ് ഏരിയ. അതായത് ഏരിയ തന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ. എന്താണ് തന്നത്? ഏരിയ. പരപ്പളവ്. ഏരിയ സമം എത്രയാ തന്നത്? 864
സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ചതുരശ്ര സെന്റിമീറ്റർ. പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നീളം ഇൻറ്റു വീതി ചെയ്താലേ എത്ര കിട്ടാൻ പാടോ? 864 കിട്ടാൻ പാടുള്ളൂ. നീളം എത്രയാണ്? എക്സ് ഇൻറ്റു വീതി എത്രയാണ്? എക്സ് പ്ലസ് 12 ചെയ്താലേ എത്ര കിട്ടാൻ പാടൂ? 864 കിട്ടാൻ പാടുള്ളൂ. യെസ്. അങ്ങനെയെങ്കിൽ ഒരു രണ്ടാകൃതി സമവാക്യം ഗുണിച്ച എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 12, 12x സമം എത്ര കിട്ടി? 864. ഇതാ കിടക്കുന്നു ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മളോട് ഒരു രണ്ടാകൃതി സമവാക്യം ഉണ്ടാക്കാനാ പറഞ്ഞത്, ഉണ്ടാക്കി. ഇതാ രണ്ടാകൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി. എങ്ങനെ മനസ്സിലായി? സെക്കൻഡ് ഡിഗ്രി. ഇതിൽ ഏറ്റവും വലിയ പവർ, എക്സിന്റെ ഏറ്റവും വലിയ കൃതി എത്രയാണ്? 2 ആണ്. കഴിഞ്ഞു. അപ്പോ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കി. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കാണണം. അത് ഈ രണ്ടാകൃതി സമവാക്യത്തിൽ നിന്ന് തുടങ്ങുക. എന്താ? എക്സ് സ്ക്വയർ. പേര മാറ്റാൻ മറക്കുമ്പോഴാണ് മക്കളെ പ്രശ്നം. പറഞ്ഞേ, എക്സ് സ്ക്വയർ പ്ലസ് 12x സമം എത്ര കിട്ടി? 864 കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് 12x സമം 864. അത് ഇവിടെ കിട്ടിയതാ. സൂക്ഷിച്ചു നോക്കിക്കേ, ഒരാളെ കുറവില്ലേ? രണ്ടാളേ ഉള്ളൂ, ഒരാളുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വർഗത്തികവാണ്, സ്ക്വയർ കംപ്ലീഷൻ. ആഡ് ചെയ്യണം, കൂട്ടണം. എത്ര കൂട്ടണം? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടണം. 12ന്റെ പകുതി 6ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ. ഇപ്പൊ എത്രനായി? 1 2 3. ഇനി പറ, ഇവിടുന്ന് നമ്മൾ എന്തെടുക്കും? എക്സ് എടുക്കും. ഇവിടുന്ന് നമ്മൾ എന്തെടുക്കും? 6. നടുവത്തെ ചിഹ്നം പ്ലസ്, രണ്ടിനും കൂടി എന്ത് കൊടുക്കും? സ്ക്വയർ കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ് എടുത്തു പ്ലസ് 6 എടുത്തു, രണ്ടിനും കൂടി സ്ക്വയർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 864. 6ന്റെ സ്ക്വയർ 36. ഒറ്റടിക്ക് എഴുതാണ്. എത്രയായിരിക്കും? 900 ആയിരിക്കും. റെഡി? എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത്? 864 പ്ലസ് 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 864 36 എത്രയാണ്? 900 ആണ്. മക്കളെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ. എക്സ് പ്ലസ് 6 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ, എക്സ് പ്ലസ് 6 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എത്ര കിട്ടി? √900. √900 എത്രയാണ്? 30 ആണ്. ഞാനിവിടെ പ്ലസ് 30 മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നീളവും വീതിയുമാണ് കാണേണ്ടത്. അതുകൊണ്ട് മൈനസ് എടുക്കുന്നില്ല. അതിനർത്ഥം എക്സ് പ്ലസ് 6 സമം എത്ര കിട്ടി? 30 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സ് സമം 30 മൈനസ് 6 സമം എത്രയായിരിക്കും? 24. അങ്ങനെയെങ്കിൽ മക്കളെ എക്സ് നമ്മൾ എന്തിനാ കൊടുത്തിരുന്നത്? എക്സ് നമ്മൾ എന്തിനാ കൊടുത്തിരുന്നത്? നീളത്തിനാണ് നമ്മൾ എക്സ് കൊടുത്തത്. അപ്പൊ നീളം എക്സ് സമം എത്ര കിട്ടി? 24 കിട്ടി. നീളം എക്സ് സമം എത്ര കിട്ടി? 24. അങ്ങനെയെങ്കിൽ വീതി എത്രയായിരുന്നു? എക്സ് പ്ലസ് 12. വീതി എത്രയായിരുന്നു? എക്സ് പ്ലസ് 12. എക്സിനോട് കൂടി 12 കൂട്ടിയാൽ, 24 12 കൂട്ടിയാൽ എത്രയാണ്? 36. അപ്പോ ചതുരത്തിന്റെ നീളവും കിട്ടി, ചതുരത്തിന്റെ വീതിയും കിട്ടി. സെറ്റാണല്ലോ. 24 സെന്റിമീറ്റർ. യൂണിറ്റ് നിർബന്ധം. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ്? Perimeter of a rectangle is 40 centimeter. Write a pair of numbers that can be measure of its sides. Perimeter of a rectangle is 40 centimeter and its area is 84 square centimeter. Find the length of sides. 40 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ അളവുകളാകാവുന്ന ഒരു ജോഡി സംഖ്യകൾ എഴുതുക. ചുറ്റളവാണ് 40. ചുറ്റളവ് 40 സെന്റിമീറ്ററും പരപ്പളവ് 84 ചതുരശ്ര സെന്റിമീറ്ററുമുള്ള ചതുരത്തിന്റെ നീളം കണ്ടെത്തുക. കാണാലോ. പറഞ്ഞേ, നമുക്കൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ റെക്ടാങ്കിൾ വരയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? റെക്ടാങ്കിൾ, ചതുരം. ഇതാണ് ചതുരം. ഓക്കെ. എന്നിട്ട് ചതുരത്തിനെ കുറിച്ച് നമുക്ക് തന്ന ഡാറ്റ, പെരിമീറ്റർ ചുറ്റളവാണ് 40. ചുറ്റളവ് 40 എന്ന് പറഞ്ഞാൽ ഉടനടി എഴുതണം. 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് 40. അപ്പോ ഒരു നീളം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, നീളവും വീതിയും കൂട്ടിയാൽ എത്രയായിരിക്കണം? 20 സെന്റിമീറ്റർ. മക്കളെ ഇത് എഴുതാൻ അറിയണം. ഒന്നുകൂടി പറയാം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് എത്ര കിട്ടേണ്ടത്? 40. ശ്രദ്ധിക്കണേ, 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് എത്ര കിട്ടേണ്ടത്? പെരിമീറ്റർ ചുറ്റളവ് 40. അപ്പൊ ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 20 കിട്ടാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോവാണ് നീളം.
നീളത്തിന് എക്സ് കൊടുത്താൽ വീതി എത്രയായിരിക്കും? 20 മൈനസ് എക്സ് ആയിരിക്കും. ഇതറിയണം, ഇതെഴുതാൻ പറ്റണം. ഇതെങ്ങനെ വന്നെന്ന് നന്നായിട്ട് അറിയണം. ശ്രദ്ധിച്ചോ, ഒന്നുകൂടി പറയാം. 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് 40. ചുറ്റളവ് പെരിമീറ്റർ 40. 1 നീളവും 1 വീതിയും കൂട്ടിയാൽ എത്രയായിരിക്കും? 20. സെറ്റാണല്ലോ. നീളത്തിന് ഞാൻ എക്സ് കൊടുത്തു, നീളവും വീതിയും കൂട്ടിയാലാണ് 20. നീളത്തിന് എക്സ് കൊടുത്താൽ വീതി എത്രയായിരിക്കും? 20. എക്സ് കുറച്ചിട്ട് എത്രയാണോ ബാക്കി അത്. അപ്പൊ നീളം എക്സ് ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 20 മൈനസ് എക്സ്. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റണം. ഇതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. എന്താണ്? റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ദി മെഷർ ഓഫ് സൈഡ്സ്. അളവുകൾ വരുന്നത്. അപ്പൊ നീളത്തിന് എക്സ് ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 20 മൈനസ് എക്സ്. അങ്ങനെയെങ്കിൽ മക്കളെ അടുത്തത് പറഞ്ഞേ. നീളവും വീതിയും ഗുണിച്ചാൽ പരപ്പളവ് ഏരിയ തന്നിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഏരിയ ഇസ് ഈക്വൽ ടു പരപ്പളവ് എത്രയാ തന്നത്? 84. പരപ്പളവ് എത്രയാ തന്നത്? 84. എടാ ഏരിയ, ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്നൊക്കെ പറയാം. നീളം ഇൻറ്റു വീതി എത്രയാണ്? 84. നീളം എത്രയാണ് നമ്മൾ എടുത്തത്? എക്സ് ഇൻറ്റു വീതി എത്രയാണ്? 20 മൈനസ് എക്സ് സമം എത്ര കിട്ടണം? 84 കിട്ടണം. റെഡിയാണല്ലോ. എക്സ് ഇൻറ്റു 20 എക്സ്, ചിഹ്നം മൈനസ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ സമം 84. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു നോർമൽ അല്ലാത്തൊരു കണ്ടീഷൻ. സാധാരണ ആദ്യം വരാറ് ആരാണ്? എക്സ് സ്ക്വയർ ആണ്. പിന്നീടാണ് ആര് വരല്? എക്സ്. അപ്പൊ ആദ്യം നമ്മൾ അതിനൊന്ന് നോർമൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എടാ ചിഹ്നം കൂടി വരും. എക്സ് സ്ക്വയറിന്റെ ചിഹ്നം മൈനസ് ആണ്. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 20 എക്സ് സമം 84. വീണ്ടും ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ? എക്സ് സ്ക്വയറിന്റെ ചിഹ്നം നമ്മൾ എപ്പോഴും പ്ലസ് ആണ് വരാറുള്ളത്. ഇവിടെ എന്തു വന്നു? മൈനസ് വന്നു. എക്സ് സ്ക്വയറിന്റെ ചിഹ്നം മൈനസ് ആണ്, അത് മാറ്റണം. എടാ ഒരെണ്ണത്തിന്റെയും ആയിട്ട് മാത്രം ചിഹ്നം മാറ്റാൻ പാടില്ല. ചിഹ്നം മാറ്റുമ്പോൾ എല്ലാറ്റിന്റെയും മാറ്റണം. ഇന്ത്യൻ ഭരണഘടന പോലെ എല്ലാവരും സമമാണ്. എന്താണ് ഇത്? ഒരു ചിഹ്നം മാറ്റിയാൽ എല്ലാറ്റിന്റെയും ചിഹ്നം മാറ്റണം. മാറ്റിക്ക്. മൈനസ് മാറി പ്ലസ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ ഈ പ്ലസ് മാറി മൈനസ് 20 എക്സ് ആയി സമം. അപ്പുറത്തും മാറും. അപ്പുറത്തും 84 എന്തായി മാറും? മൈനസ് 84 ആവും. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. ബാക്കി നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? അപ്പുറത്തെ പേജിലാ. എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ മൈനസ് 20 എക്സ് സമം മൈനസ് 84. പറ. 2 എണ്ണമേ ഉള്ളൂ. എത്ര ഉള്ളൂ? 2 എണ്ണം. മൂന്നാമത്തത് നമ്മൾ കൊടുക്കണം. അതിന് പറയുന്ന പേരെന്താണ്? സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ്. കൂട്ടണം. അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടണം. എത്ര? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 20 ആണ്. അപ്പൊ 10ന്റെ സ്ക്വയർ ഇവിടെ കൂട്ടണം, 10ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടണം. അങ്ങനെയെങ്കിൽ ഇത് പാക്കറ്റ് ആക്കണം. ഈ പൊടിയായതിനെ പാക്കറ്റ് ആക്കണം. എക്സ് സ്ക്വയറിന് എക്സ് എടുക്കും, 10 സ്ക്വയറിന് 10 എടുക്കും, രണ്ടിനും കൂടി സ്ക്വയർ കൊടുക്കും. സോ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എക്സ് പ്ലസ് 10 പ്ലസ് ആണോ? അല്ല, മൈനസ് ആണ്. എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ സമം മൈനസ് 84 പ്ലസ് 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. വീണ്ടും എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ സമം മൈനസ് 84 പ്ലസ് 100. വലുതിന്ന് ചെറുത് കുറച്ചു, വലുതിന്റെ ചിഹ്നം ഇടണം. എത്ര കിട്ടി? 16 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് 10 സമം എത്രയാണ്? റൂട്ട് 16 4ആണ്. നമ്മളിവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കുന്നില്ല, കാരണം നീളവും വീതിയുമാണ് കാണാനുള്ളത്. അതായത് എക്സ് മൈനസ് 10 സമം 4 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സ് സമം 4 പ്ലസ് 10 എത്രയായിരിക്കും? 14 ആയിരിക്കും. ഇപ്പൊ കിട്ടിയത് എന്താണ്? എക്സ് ആണ്. ശ്രദ്ധിച്ചേ, ഇപ്പൊ കിട്ടിയത് എന്താണ്? എക്സ്. എക്സ് നമ്മൾ എന്താ കൊടുത്തിരുന്നത്? എക്സ് നമ്മൾ എന്താ കൊടുത്തിരുന്നത്? നീളം. അപ്പൊ എഴുതി നീളം എക്സ് സമം 14 സെന്റിമീറ്റർ. ഇനി വേണ്ടത് ഏതാ? വീതിയാണ്. വീതി എത്രയായിരുന്നു? 20 മൈനസ് എക്സ് ആണ്. 20ന്ന് 14 പോയാൽ ബാക്കി എത്രയാണ്? 6 സെന്റിമീറ്റർ. സെറ്റാണല്ലോ. അപ്പൊ നമുക്ക് പെരിമീറ്റർ, ചുറ്റളവും പരപ്പളവും തന്നാൽ ഇതേപോലെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ കിട്ടും. 5 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇത് കൂടി ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദി പ്രൊഡക്റ്റ് ഓഫ് 2 consecutive multiple of 4 is 672.
from a second degree equation. Form a second degree equation based on the given statement. What are the numbers? എന്താണ് 4ന്റെ അടുത്തടുത്തുള്ള രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം 672 ആണ്. തന്നിരിക്കുന്ന വസ്തുതയെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. സംഖ്യകൾ ഏതല്ല? റെഡിയാണല്ലോ? സംഖ്യകൾ ഏതല്ല? എടാ 4ന്റെ അടുത്തടുത്തുള്ള രണ്ട് ഗുണിതങ്ങൾ. 4ന്റെ ഗുണിതം എന്ന് പറഞ്ഞു 4, 8, 12, 16 എക്സെട്ര. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ കൂടെ 4 കൂട്ടിയതാണ് 2, 2 കൂടെ 4 കൂട്ടിയതാണ് മൂന്നാമത്തത്. മൂന്നാമത്തെ പദത്തിലൂടെ 4 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? നാലാമത്തെ പദം. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ 4ന്റെ ഗുണിതം x എടുത്താൽ അടുത്തത് എത്രയായിരിക്കും? x+4 ആയിരിക്കും. ഇതറിയണം. 4ന്റെ അടുത്തടുത്തുള്ള രണ്ട് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സും x+4. 5ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സും x+5. 10ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സും x+10. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എക്സും x+2. കാരണം 2 വീതമാണ് കൂടി പോകുന്നത്. ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും സെയിം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഗുണിച്ചാൽ, ശ്രദ്ധിക്കണേ, ഇത് രണ്ടും ഗുണിച്ചാൽ x × x+4, ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ എത്ര കിട്ടും? 672 കിട്ടും. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ എത്ര കിട്ടും? 672. x × n x x² + 4x = 672. പറഞ്ഞേ 1, 2 രണ്ടെണ്ണമേ ഉള്ളൂ. മൂന്നാമത്തത് നമ്മൾ കൊടുക്കണം. എത്ര? +2ന്റെ സ്ക്വയർ +2ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടുന്ന് x+2 ഹോൾ സ്ക്വയർ = 672 + 4. അതെത്രയാണ്? 676. ബാക്കി പ്രതി ചെയ്യാം. എന്താ കിട്ടിയത്? x+2 ഹോൾ സ്ക്വയർ = ശ്രദ്ധിച്ചോ, x+2 ഹോൾ സ്ക്വയർ = 676 ആണ്. അതായത് x+2 എന്ന് പറയുന്നത് √676 ആണ്. x+2 എന്ന് പറയുന്നത്, മക്കളെ ശ്രദ്ധിച്ചേ, x+2 എന്ന് പറയുന്നത് 676ന്റെ റൂട്ട് നമ്മളിവിടെ പ്ലസ് വാല്യൂ എടുക്കുന്നുള്ളൂ. 676ന്റെ റൂട്ട് എത്രയാണ്? 26 ആണ്. അങ്ങനെയെങ്കിൽ x = 26 + 2, x = എത്ര കിട്ടും? 28 കിട്ടും. x 28 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, x = 28 ആണെങ്കിൽ x + 4 എത്രയായിരിക്കും? 32 ആയിരിക്കും. അപ്പൊ 4ന്റെ അടുത്തടുത്തുള്ള രണ്ട് ഗുണനങ്ങൾ കിട്ടി, 28ഉം 32ഉം. റെഡിയാണല്ലോ? അപ്പൊ വളരെ എളുപ്പത്തിൽ, അല്ലെ, നല്ല ചൂടുണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 ക്വസ്റ്റ്യൻസും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. മക്കൾ നന്നായിട്ട് പഠിച്ച് എഴുതണം. റെഡിയാണല്ലോ? അപ്പോ ഇതിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ റിവിഷൻ സീരീസിന്റെ നോട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തികച്ചും സൗജന്യം, ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓടിപ്പോകുന്ന നമ്പറിൽ ഓടിപ്പോയി മെസ്സേജ് അയക്കുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.